ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല നാടൻ മോരുകറിയാണ്. പക്ഷേ മോരുകറി എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ മറ്റേ കുമ്പളങ്ങ ഇതൊക്കെ ആയിരിക്കും ഇടുക, കുമ്പളങ്ങയോ ചേനയൊക്കെ ആയിരിക്കും ഇടുക. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് ഒരു അടിപൊളി മോരുകറി ഉണ്ടാക്കാം. അതിനായിട്ട് ഈ കാണുന്ന പോലെ വെണ്ടയ്ക്ക നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, ഓയിലോ വെളിച്ചെണ്ണയോ എന്താ നിങ്ങളുടെ പ്രിഫറൻസിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അത് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ പാനെടുത്ത് അതിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത്, പിന്നെ കുറച്ച് നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കടുക്, പിന്നെ ഈ ജീരകം, പിന്നെ വെന്തയം എന്ന് വെച്ചാൽ ഉലുവ, ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇതിന് വെന്തയം എന്ന് പറയും, ഉലുവ. ഓക്കെ, സോ അപ്പോൾ നമ്മളത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചമണമൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഞാനൊരു അരപ്പീസ് എടുത്തിട്ടുള്ളൂ, ഒരു മീഡിയം സൈസിലുള്ള സവാളൻ്റെ ഒരു അരപ്പീസ്, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഇതും കൂടി ഇടുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് വഴറ്റി, പിന്നെ അതിലേക്ക് നമ്മുടെ സ്പൈസസ് ആയിട്ടുള്ള, നമ്മുടെ ബേസിക് സ്പൈസസ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത് കഴിഞ്ഞ് ഒരു ലേശം നമുക്ക് മുളക് പൊടിയും ഇട്ട് കൊടുക്കാവുന്നതാണ്. മുളക് പൊടി എന്ന് പറഞ്ഞാൽ അത് കളർ മാറുമെന്ന് വെച്ചാൽ മാറില്ല, നമുക്കത് ഒരു വൈറ്റ് കളർ അല്ലെങ്കിൽ ഒരു യെല്ലോ കളറിൽ തന്നെ ഇടും. പക്ഷെ നമ്മൾ ഒരുപാട് മുളക് പൊടി ആഡ് ചെയ്യാതിരുന്നാൽ മതി. ഈ പറയുന്ന പോലെ ഒരു 1/2 ടേബിൾ സ്പൂൺ അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഈ ഓൾറെഡി വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്കും കൂടെ അതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്, ഈ സവോളയും വെണ്ടയ്ക്കയും എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് വരാനായിട്ട് നമ്മളൊന്ന് കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം പിന്നെ അത് കുറച്ചും കൂടെ ഡ്രൈ ആവുകയെ, അത് കുറച്ചൊരു 5 മിനിറ്റ്സ് ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ടൊന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് വരും, പാന് ഭയങ്കര ഡ്രൈ ആവും. ആ സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ കുറച്ച് വെള്ളം ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ വെള്ളം ആഡ് ചെയ്തിട്ട് നോക്കുക, ഉപ്പ് നോക്കുക, ആവശ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അളവിന്, കറക്റ്റ് അളവിനനുസരിച്ചിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്തിനാണ് വെള്ളം ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഈ വെണ്ടയ്ക്ക് ഓൾറെഡി വഴറ്റി വെച്ചാണ് എങ്കിൽ കൂടെയും അത് ചില സമയത്ത് നന്നായിട്ട് വെന്ത് കാണില്ല, ഉള്ളൊന്നും വെന്ത് കാണില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ഈ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു 3/4 ഭാഗവും നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അതിനായിട്ടാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ നമ്മളുടെ ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗം കാര്യങ്ങളും കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ ലാസ്റ്റ് നമ്മുടെ ഫൈനൽ സംഭവം എന്താണെന്ന് വെച്ചാൽ തൈര്, നന്നായി കടഞ്ഞു വെച്ച തൈരാണ് ഞാൻ ഓൾറെഡി, അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ ഒരു സ്മെല്ല് വന്നു തുടങ്ങും. കാരണം നമ്മളിത് ലോ ഫ്ലെയിമിലാണേ അത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ നമുക്ക്, അല്ലെങ്കിൽ ഈ ഹീറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും, ഇൻഡക്ഷനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹീറ്റ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും വെച്ചാൽ മതി. ഓക്കെ, ഒരുപാട് തിളച്ച് പോകണ്ട. കാരണം നമ്മൾ തിളച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ നമ്മളുടെ തൈരിൻ്റെ അവസ്ഥ കുറച്ച് കുളമായിട്ട്, തൈര് വേറെ മറ്റേ വെള്ളം വേറെ ആയിട്ട് നിൽക്കും. സോ അതിന് നിങ്ങളൊരു ചാൻസ് കൊടുക്കരുത്, കുറച്ച് ലോ ഫ്ലെയിമിലിട്ട് ചൂടാക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും മേലെ, പിന്നെ നമുക്കൊരു പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോഴത്തേക്കും സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും.